നമസ്കാരം. കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അകപ്പെട്ട ബോളിവുഡ് നടി ജാക്വലിൻ ഫെർണാണ്ടസ് ഒടുവിൽ ഗതികെട്ട് മാപ്പുസാക്ഷിയാകാൻ ഒരുങ്ങുന്നു. സുകേഷ് ചന്ദ്രശേഖർ പ്രതിയായ കേസിൽ തന്നെ മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് ജാക്വലിൻ ഡൽഹി കോടതിയെ സമീപിച്ചു. എന്നാൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് ആദ്യം സമീപിക്കേണ്ടത് എന്ന് കോടതി നടിയെ ഓർമ്മിപ്പിച്ചു. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് നടിയുടെ ഈ കടുംകൈ. താൻ നടിയുടെ കാമുകനാണെന്ന് ജയിലിൽ കിടന്ന് സുകേഷ് ആവർത്തിച്ച് വിളിച്ചു പറയുമ്പോഴും താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നാണ് ജാക്വലിന്റെ ഇപ്പോഴത്തെ ലൈൻ. സുകേഷ് അയച്ച ആഡംബര സമ്മാനങ്ങൾ കൈപ്പറ്റിയത് തട്ടിപ്പുകാരനാണെന്ന് അറിയാതെയാണെന്നും നടി വാദിക്കുന്നു. ഒരു വലിയ വ്യവസായിയാണെന്ന് പറഞ്ഞ് സുകേഷ് തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വരുന്നത് വലിയ വിവാദമായിരുന്നു. 2022 സമർപ്പിച്ച കുറ്റപത്രത്തിൽ ജാക്വലിനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. 7 കോടിയുടെ സമ്മാനങ്ങൾ നടി കൈപ്പറ്റിയിരുന്നു. വസ്ത്രങ്ങളും ആഭരണങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെയാണ് 7 കോടിയിലേറെ രൂപയുടെ ഉപഹാരങ്ങൾ സുകേഷിൽ നിന്നും കൈപ്പറ്റിയത്. സുകേഷ് അറസ്റ്റിലായ വിവരം അറിഞ്ഞ ഉടൻ ജാക്വലിൻ തന്റെ ഫോണിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്തതായി ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. സുകേഷിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നടിക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസിയുടെ വാദം. ഫോർട്ടീസ് ഹെൽത്ത് കെയർ പ്രൊമോട്ടറുടെ കുടുംബത്തിൽ നിന്നും 200 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് സുകേഷ് അകത്തായത്. ഈ തട്ടിപ്പിൽ സുകേഷിന്റെ ഭാര്യയും മലയാളി നടിയുമായ ലീന മെരിയ പോളും കൂട്ടുപ്രതിയാണ്. അക്ഷയ് കുമാർ ചിത്രം ഭൂത പെങ്ക്ല തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായി മുന്നേറുന്നതിനിടയിലാണ് താരത്തിന് കോടതി കയറേണ്ടി വരുന്നത്. തന്റെ പേരിലുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് താരം ഡൽഹി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നിലവിൽ ഇഡിക്ക് അപേക്ഷ നൽകാനാണ് കോടതി നിർദ്ദേശം. ഇഡി നടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. മാപ്പുസാക്ഷിയായി സുകേഷിനെതിരെ മൊഴി നൽകി രക്ഷപ്പെടാൻ ജാക്വലിന് കഴിയുമോ എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. സുകേഷ് ചന്ദ്രശേഖർ പ്രതിയായ 200 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിക്കൂട്ടിലായ ജാക്വലിൻ ഫെർണാണ്ടസ് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാന ശ്രമ നിലയിലാണ് ഇപ്പോൾ മാപ്പുസാക്ഷിയാകാൻ ഒരുങ്ങുന്നത്. താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന നടിയുടെ വാദം കോടതി അംഗീകരിക്കുമെന്നതൊക്കെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ആഡംബര സമ്മാനങ്ങൾ സ്വീകരിച്ചതും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതും ജാക്വലിൻ എന്തായാലും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അന്വേഷണ ഏജൻസിയായ ഇഡിയുടെ നിലപാടാണ് ഈ കേസിൽ ഇനി നിർണായകമാവുക. ജാക്വലിന്റെ അപേക്ഷ പരിഗണിച്ച് അവരെ മാപ്പുസാക്ഷിയാക്കാൻ ഇഡി തയ്യാറാകുമോ, അതോ കുറ്റപത്രത്തിൽ തെളിവുകൾ നിരത്തി വിചാരണയുമായി മുന്നോട്ട് പോകുമോ എന്നും കണ്ടറിയണം. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇഡിക്ക് നൽകുന്ന അപേക്ഷയിൽ നടി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേസിലെ മറ്റ് പ്രതികൾക്കും നിർണായകമാകും. സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഈ വിവാദം. ഭൂത് ബംഗ്ല പോലെയുള്ള വലിയ പ്രൊജക്ടുകൾ തിയേറ്ററുകളിൽ വിജയം കൊയ്യുമ്പോഴും പ്രമുഖ താരങ്ങൾ ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നത് ബോളിവുഡിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട്. സുകേഷുമായുള്ള ബന്ധവും തുടർന്നുണ്ടായ വിവാദങ്ങളും ജാക്വലിന്റെ കരിയറിലും വലിയ നിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. മാപ്പുസാക്ഷിയാകാനുള്ള നടിയുടെ നീക്കം നിയമപരമായി എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സുകേഷിനെതിരെ ശക്തമായ മൊഴി നൽകുന്നതിലൂടെ ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ ജാക്വലിന് സാധിച്ചേക്കാം. എങ്കിലും ഒരു തട്ടിപ്പുകാരന്റെ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് സൗഹൃദം സ്ഥാപിച്ചു എന്ന അന്വേഷണ ഏജൻസിയുടെ ആരോപണം നടിയുടെ നിരപരാധിത്വത്തിന് വലിയ വെല്ലുവിളിയായി തന്നെ തുടരും.